ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഓരോരുത്തരും അവനവന്റെ അഭിപ്രായങ്ങൾ, അത് രാഷ്ട്രീയമാകട്ടെ, മതമാകട്ടെ, യുക്തിപരമാകട്ടെ, പൊതുവിഷയമാകട്ടെ തുറന്നു പറയും. അതിനാണ് ഓരോരുത്തരും അവനവന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത്. നമ്മൾ അതിനകത്തേക്ക് വലിഞ്ഞു കയറി അവരെ മര്യാദ പഠിപ്പിക്കാനും നമ്മുടെ മതവും രാഷ്ട്രീയവും അവരുടെ തലയിലേക്ക് കുത്തിവെക്കാനും ശ്രമിക്കുന്നത് വിവരക്കേടല്ലേ അല്ലേ? അപ്പോൾ മദ്രസ പൊട്ടന്മാരായിട്ടുള്ള കുറച്ച് ആളുകൾ, അതായത് വളരെ ചെറിയ പ്രായത്തിലെ ഉസ്താദിന്റെ കാലിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് തലച്ചോറ് പണയം വെച്ചിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ ലൈവുകളിലും നമ്മുടെ കമന്റ് ബോക്സുകളിലും ഒക്കെ കയറി വന്നിട്ട് ഇവർ അനാവശ്യങ്ങൾ പറയും. അപ്പോൾ മിണ്ടാതിരിക്കുമോ? 100 കേൾക്കുമ്പോൾ ചിലപ്പോൾ മിണ്ടാതിരുന്നെന്ന് വരും. 101ാമത്തെ കമന്റിന് ചിലപ്പോൾ നമ്മൾ പ്രതികരിച്ചെന്ന് വരും. അതാണ് നമ്മുടെ റീന ഫ്രാൻസിസ്. റീനയുടെ മുമ്പുള്ള ലൈവുകൾ ഇങ്ങനെയൊന്നുമായിരുന്നില്ല. ഒടുവിൽ അവരെ വ്യക്തിപരമായി ഇടിച്ചു കയറി അടച്ചാക്ഷേപിക്കാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമല്ലേ, മനുഷ്യനല്ലേ, മലയാളിയല്ലേ, സോഷ്യൽ മീഡിയയല്ലേ, പ്രതികരിച്ചു പോകും ശക്തമായിട്ട്. ഇപ്പോ കാക്കമാര് വന്ന് അവരെ ചൊറിയുമ്പോൾ അവർ മിണ്ടാതിരിക്കില്ല. അവര് നല്ല രൂപത്തിൽ തരുന്നതിനൊക്കെ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കു പറഞ്ഞാല് ഇപ്പോ ഈ ഇവന്മാര് വന്നിട്ട് പൂരത്തെറിയാ വിളിക്കുന്നത്. അത്രയും എന്ത് കാര്യമുണ്ട് മറ്റുള്ളവരെ അനാവശ്യങ്ങൾ പറയുള്ളൂ? നിന്റെയൊക്കെ വീടുകളിൽ ഇല്ലേ പെങ്ങന്മാരും പിന്നെ ഉമ്മമാരും മക്കളുമൊക്കെ? അപ്പൊ അവരെ മറ്റുള്ളവർ അനാവശ്യം പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നിനക്കൊന്നും അതൊന്നും കുഴപ്പമുണ്ടാകത്തില്ല. കാരണം അപാരമായ തൊലിക്കട്ടിയാ. നീയൊക്കെ വിതയ്ക്കുന്നതല്ലേ നിനക്കൊക്കെ കൊയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. നീയൊക്കെ കണ്ട പെണ്ണുങ്ങളെ പറയുമ്പോൾ നിന്റെയൊക്കെ വീട്ടിലുള്ള ആളുകളെ നാട്ടുകാർ മൊത്തവും പറയും. അപ്പോ ഇപ്പൊ നോക്കിയോ, അവരവരുടെ വിഷയങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ലൈവിൽ വരുന്നത്. ചിലപ്പോൾ അവരുടെ മതമായിരിക്കും, അതല്ലെങ്കിൽ രാഷ്ട്രീയത്തിലുള്ള അവരുടെ പൊതുവായിട്ടുള്ള അഭിപ്രായമായിരിക്കും. അത് അവര് പറയുന്നതിന് നിനക്കൊക്കെ എന്താ? നിനക്കൊക്കെ നിന്റെ പാട് നോക്കി മിണ്ടാതിരുന്നൂടെ? അവരുടെ ലൈവ് കാണണം, അതല്ലെങ്കിൽ എന്റെ ലൈവ് കാണണമെന്ന് ആരാ നിന്നെയൊക്കെ നിർബന്ധിക്കുന്നത്? വേണമെങ്കിൽ കണ്ടാ മതി. നിനക്കൊക്കെ താല്പര്യമുണ്ടെങ്കിൽ മാത്രം കണ്ടാ മതി, അതല്ലെങ്കിൽ ഒഴിവാക്കി വിടുക എന്നുള്ളതല്ലാതെ. അപ്പോ ഇവന്മാര് ചൊറിഞ്ഞു 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 വാങ്ങിക്കുക. നിറയെ തരുന്നുണ്ട്, വന്ന് വാങ്ങിച്ചിട്ട് വയ്ക്കുക. ഇർഷാദ് കുന്നപ്പുറം. എന്താ ഇർഷാദിന് ഇങ്ങനെ ചൊറിച്ചിലാണെന്ന് തോന്നുന്നല്ലോ. എല്ലാവരുടെ കയ്യിൽ നിന്നും മേടിച്ചു കൂട്ടുന്നുണ്ടല്ലോ നീ. ഇർഷാദ് കുന്നപ്പുറത്തിന് ഭയങ്കര ചൊറിച്ചിലാണെന്ന് തോന്നി. എല്ലാവരുടെ നിന്നും വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. എന്നാ പിന്നെ ഇർഷാദ് കുന്നപ്പുറത്തെ നമുക്കൊന്ന് പരിചയപ്പെടുത്തി ഒന്ന് ചൊറിഞ്ഞു വിട്ടേക്കാം അല്ലേ? നമുക്ക് ഇർഷാദ് കുന്നപ്പുറത്തിന് അത്രയ്ക്ക് ചൊറിച്ചിലാണെങ്കിൽ പിന്നെ ആ ചൊറിച്ചിൽ തീർത്ത് കൊടുത്ത് വിടുന്നതല്ലേ നല്ലത്. ഇർഷാദ് കുന്നപ്പുറത്തിന് ഒരു ചൊറിച്ചല് നമുക്കതങ്ങ് തീർത്ത് കൊടുക്കാം. ഇർഷാദ് കുന്നപ്പുറത്തിന്റെ മോളുടെ പേര് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാമോ എന്നാ ചോദിക്കുന്നത്. അതിനെന്താ, നിന്റെ മോളുടെ പേരെന്താ? ഊരടക്കം നമുക്ക് പരിചയപ്പെടുത്താം. നീ വിഷമിക്കണ്ട ഇർഷാദെ. നമുക്ക് ഇവിടെ വരുന്നവർക്ക് നമ്മള് എന്താ പറയുന്നത്, നമ്മളോട് വന്നിട്ട് റീന എന്റെ മുതുക് ചൊറിയുന്നു അല്ലെങ്കിൽ എന്റെ കൊതം ചൊറിയുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അങ്ങനെ ചോദിച്ചടി മേടിക്കണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ഇസ്രായേലിന്റെ ഓന മിസൈലൊക്കെ ഇവിടെ കിടപ്പുണ്ട്. കുറെ എണ്ണം പൊട്ടിയതും ഇതുമായിട്ടൊക്കെ ബാക്കി കിടപ്പുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് തന്നേക്കാം. അതൊക്കെ കൊണ്ടങ്ങ് പോയിക്കോ. അതൊക്കെ ഇപ്പൊ തന്നു വിട്ടേക്കാം. എന്തായാലും ഇർഷാദ് കുന്നപ്പുറത്തിനാണ് കുറച്ച് ചൊറിച്ചിൽ കൂടുതൽ. അതുകൊണ്ട് ഇർഷാദ് കുന്നപ്പുറത്തെ എനിക്കൊന്നിങ്ങ് തന്നാൽ വളരെ ഉപകാരമായിരുന്നു. കേട്ടോ ഇർഷാദെ? നിന്റെ ചൊറിയും കടിയും ഒക്കെ ഇപ്പൊ തീർത്തു തരാം. നിനക്ക് എങ്ങനെയാണ് ഈ ചൊറി കടി ഉണ്ടാകുന്നതെന്നുള്ളത് അറിയണ്ടേ ഇർഷാദ് കുന്നപ്പുറവേ? ഇവിടെ കോയമാർക്ക് പൊതുവെ ബുദ്ധിയില്ല. നമ്മൾ വലിഞ്ഞു കയറി അടിമേടിക്കുന്നവരാ, മനസ്സിലായോ? അപ്പം വലിഞ്ഞു കയറി അടിമേടിക്കുന്നതാണെങ്കിൽ ആടി നമ്മൾ തരാതെ വിടത്തില്ലല്ലോ. പിടിച്ചോ.
ഇതാണ് ഇർഷാദ് കുന്നപ്പുറം. കണ്ടോ? അവന്റെ തൊട്ടടുത്തിരിക്കുന്ന ആ പെണ്ണിനെ കണ്ടില്ലേ? അവൾ പറ വെടിയുന്ന അവൻ പറയുന്നത്. എന്തോ അവളുടെ പേരെന്തോ? പൂറി മോളെന്നോ? ഓ, അങ്ങനെയൊക്കെയാണോ പേരിട്ടിരിക്കുന്നത്? ഷോ, എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ ഇർഷാദ് കുന്നപ്പുറമേ നിന്റെ ഉമ്മയുടെ പേര് പൂറി മോളെ എന്നാണെന്ന് പറഞ്ഞു. അപ്പൊ ശരി, നിന്റെ കൂടെയുള്ള ആ പൂറി മോൾക്കൊരു ഹായ് ഞാൻ അങ്ങ് പറഞ്ഞേക്കാം. മറിയോ ഇർഷാദ് കുന്നപ്പുറമേ? അടിമക്കണ്ണനാണെന്ന് തോന്നുന്നു. ഇപ്പൊ നിന്നെ ഞാൻ ഇങ്ങനെ പരിചയപ്പെടുത്തിയാൽ ശരിയാകത്തില്ല. നിന്നെ പരിചയപ്പെടുത്തുന്ന ഒരു രീതിയുണ്ട്. നമുക്ക് ആ രീതിക്ക് പരിചയപ്പെടുത്താം. ദാ ഇർഷാദ് കുന്നപ്പുറത്തിന്റെ ഇതാണ്ട മോള് കണ്ടോ? ഇവളുടെ പേരാണ് പൂറി മോളെ എന്ന്. അപ്പൊ ഇർഷാദ് കുന്നപ്പുറമേ ആ പൂറി മോളെ എന്ന് പറയുന്ന മോൾക്ക് ഒരു ഹായ് കേട്ടോ. ഇർഷാദ് കുന്നപ്പുറത്തിന്റെ മോളുടെ പേര് പൂറി മോളെ എന്നാണെന്ന്. ഇതുപോലത്തെ ഒരു തന്ത എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സ്വന്തം മോളുടെ പേര് പൂറി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ട് മനസ്സിലായോ? മോളുടെ കാമക്കടി തീർക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുക. വല്ല ഗോയമാരെയും വെറുതെ കിട്ടുമോ എന്റെ മോളുടെ കടി ഒന്ന് തീർത്തു കൊടുക്കാനെന്നാ ചോദിക്കുന്നത്. അതിനെന്താ? അത് നീ പോയി മലപ്പുറത്തിൽ പോയി ചോദിച്ചു വല്ല ഗോയമാരും ഉണ്ടെങ്കിൽ നിന്റെ മോളുടെ കടി അങ്ങ് തീർത്തു തരും. പറഞ്ഞാൽ മനസ്സിലായോ? അവൾക്ക് കടി കുറച്ച് കൂടുതലാണെങ്കിൽ, നിന്റെ മോക്ക് കുറച്ച് കടി കൂടുതലാണെങ്കിൽ അത് മലപ്പുറത്ത് കൊണ്ടുപോയിട്ട് നിന്റെ മോളെ കൊണ്ടുപോയി എന്ത് ചെയ്താൽ മതി? തെരുവിൽ ഇറക്കി അങ്ങ് കൊടുത്താൽ മതി. കോയന്മാര് നിന്റെ മോളുടെ കോതം പൊളിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അതോടുകൂടി അവളുടെ കടി അങ്ങ് തീർന്നോളൂ, മോളുടെ കടി. ഇർഷാദ് കുന്നപ്പുറമേ ഇവിടെ വന്ന് ചൊറിഞ്ഞ് നിന്റെ മോളുടെ കടി തീർക്കാൻ ഇങ്ങോട്ട് വരരുത്. അതും കൂടി ഞാൻ പറയാ. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായോ? നിന്റെ മോളുടെ കടി തീർക്കാൻ ഇവളുടെ കോതം പൊളിഞ്ഞു കിടക്കുകയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, മുള്ളുമുറിക്കിലോട്ട് കയറ്റി ഇറക്കടാ നിന്റെ മോളെ. അവൾക്ക് അത്രയ്ക്കും കടിമൂത്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ. മനസ്സിലായോ? എന്റെ മോക്ക് കടി മൂത്ത് കിടക്കുകയാ റീന, ഇർഷാദ് കുന്നപ്പുറം. അതുകൊണ്ട് എന്റെ മോളുടെ കടി തീർക്കാൻ വേണ്ടിയിട്ട് വന്ന് ഞാൻ ഫേസ്ബുക്കിലൂടെ വന്ന് ചോദിക്കുക തെണ്ടുവാന്ന്. അവളെ നീ ഒരു കാര്യം ചെയ്യുവല്ല, മുള്ളുമുറിക്കയിലുണ്ടെങ്കിൽ ഒന്ന് കയറ്റി ഇറക്ക്. ഇല്ലേ ഇറാന്റെ മിസൈൽ തന്നാലേ നിന്റെ മോളുടെ കൊതം പൊളിയുന്നത് അവക്ക് സമാധാനം വരുത്തുണ്ടെങ്കിൽ അങ്ങനെ ചെയ്. പറഞ്ഞ മനസ്സിലായോ? തോന്നിയവാസം. സൂരജ് പി രാജ് തെറിപ്പാട്ട് നിർത്തി ശ്രീജിത്തിലേക്ക് വരൂ മാഡം. എന്റെ പൊന്നു സഹോദര, ഒന്ന് അടങ്ങ്. നീ ഒന്ന് കാര്യം ചെയ്യ്, ശ്രീജിത്തിന്റെ വല്ല വീഡിയോ ഉണ്ടെങ്കിൽ അതിനകത്ത് പോയി നോക്ക്, ചെല്ല്. എനിക്ക് സീരിയസ് ആയിട്ട് പറയാനും അറിയാം, അതോടൊപ്പം തന്നെ എനിക്ക് പറയാം, ഇങ്ങോട്ട് വന്ന് ചൊറിയുന്നവന്മാർക്ക് കൊടുക്കാനും അറിയാം. അല്ലാതെ ഇങ്ങോട്ട് വന്ന് ഞാൻ ലൈവിലിരിക്കുമ്പോൾ എന്നോട് വന്ന് ചൊറിഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. പറഞ്ഞ മനസ്സിലായോ? ഏതോ വന്ന് ചൊറിഞ്ഞാലും. മനസ്സിലായോ? മോളുടെ കച്ചവടം നടത്താൻ വേണ്ടി ഇങ്ങോട്ട് ഒരുത്തം ഇറങ്ങി വന്നിരിക്കുക. എന്റെ മകളുടെ കുറ്റം വീർത്ത് കിടക്കുകയാണ്, അതൊന്ന് പൊളിച്ചു തരുമോ എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? ഇങ്ങനെയും ബാണങ്ങൾ ഭൂമിയിലുണ്ട് എന്ന് കാണിച്ചു തരുക. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. ഇവന്മാരെ ഇറങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര തരിപ്പ് കൂടുതലാ. ഷിയാദ് ആറേം, ഒരു മിനിറ്റ്. ഷിയാദ് ആറേം വെയിറ്റ്, നിനക്കും കൂടി അങ്ങ് തന്നേക്കാം. അവന്റെ കൂടെ നിനക്കും കൂടി ഏറി പോവാനാ ഉദ്ദേശമെങ്കിൽ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോയിക്കോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പറഞ്ഞ മനസ്സിലായോ? ഇർഷാദ് കുന്നപ്പുറത്തിന്റെ മോളെയാണോ വിളിച്ചത് നീ? പൂറി മോളെ എന്ന് പറഞ്ഞിട്ട് അവളുടെ ആ പേര് തന്നെയാണ്. ആ പൂറി മോളെ പറഞ്ഞാൽ നിനക്ക് വല്ലതും കൊള്ളൂന്നാണോ പറയുന്നത്? ആണോടാ? ഷിയാദ് ആരെയും എല്ലാവർക്കും പാട്ടല്ലേ? ഇർഷാദ് കുന്നപ്പുറത്തിന്റെ മോളുടെ പേര് പൂറി എന്നാണെന്ന് പറഞ്ഞത് നാട്ടിൽ മൊത്തം പാട്ടല്ലേ, എല്ലാവർക്കും അറിയാല്ലേ? അപ്പൊ ആ സിംഗപ്പൂരിനോട്
കേട്ടോ? ഷിയാദ് അറിയാം. ആ മണിപ്പൂറിനും സിംഗപ്പൂറും പോടാ സിംഗപ്പൂറേ, പോടാ മണിപ്പൂറേ, പോടാ സർജാദ് പൂറേ. മതിയോ? ഇനി ഞാൻ എങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇനി പൂറേ എന്ന് പറഞ്ഞ അമ്മമാരെ പറയുന്ന വാക്ക് അതുപോലെ പറഞ്ഞ എന്നെ പറയും തെറി പറയുന്നു റീനാന്ന്. അപ്പൊ സിംഗപ്പൂറേ, മണിപ്പൂറേ, സർജാദ് പൂതേ എന്ന് പറഞ്ഞ് നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ തെറിയൊന്നും ആയിരിക്കത്തില്ലല്ലോ. മനസ്സിലായോ? അപ്പൊ കോയയുടെ കടി നമുക്ക് അങ്ങ് തീർത്ത് കൊടുത്തേക്കാം. കോയ സ്വന്തം മോളെ അങ്ങ് കൊണ്ടങ്ങ് പച്ചയ്ക്ക് നിർത്തിയ എന്തുവാ ചോദിക്കുവാ, എന്റെ മോളുടെ കടി ഒന്ന് തീർത്ത് കൊടുക്കുവോ റീന, എന്റെ മോളുടെ കടി ഒന്ന് തീർത്ത് തരുമോ റീന. അപ്പൊ ഇർഷാദ് കുന്നപ്പുറവേ, നിനക്ക് ഭയങ്കരമായിട്ട് ചൊറിയുന്നുണ്ടെങ്കിൽ ആ മോളുടെ കടി നീ തന്നെ അങ്ങ് തീർത്തു കൊടുക്ക്. അതാണ് അത്രയ്ക്കും നല്ലത്. അല്ലാതെ എന്നോട് വന്ന് ആ കരിപ്പൂറ്, അതാണ് ശരിയാ, പോടാ കരിപ്പൂറേ. മനസ്സിലായോ? വെറുതെ അടി വാങ്ങിക്കാൻ വേണ്ടി കോയമാര് എരന്ന് വന്നിരിക്കുക. അല്ല, നിങ്ങള് വല്ലയിടത്തും കിടന്നിട്ട് ഇനി ഞാന് നിങ്ങളെയൊക്കെ നിങ്ങളുടെ ഭാഷയിൽ തന്നെ വിളിക്കാം, അപ്പോഴേലും നിങ്ങൾക്ക് ശരിയാകത്തുള്ളൂ. വല്ലയിടത്തും കിടന്നിട്ട് എന്തിനാടാ എരന്ന് മേടിക്കുന്നത്? ഞാൻ വരുന്നത് സീരിയസ് ആയിട്ട് കാര്യം പറയാനാ. എന്നെ സീരിയസ് ആയിട്ട് കാര്യം പറയുന്ന സമയത്ത് ഈ കോയമാർക്കുള്ളൊരു ചെറിയൊരു ചൊറിയടിയുണ്ട്. ആ ചൊറിയടി നമുക്കങ്ങ് തീർത്ത് കൊടുത്തേക്കാം. മനസ്സിലായോ? ഞാൻ ഈ ലൈവ് കട്ട് ചെയ്തിട്ട് ഒരു ലൈവ് വരുന്നുണ്ട്, ഒരു വെടിക്കെട്ട് ലൈവ് വരുന്നുണ്ട്. ഈ ലൈവ് എന്തായാലും പകുതിക്ക് വെച്ച് കട്ടായിപ്പോയി. അതുകൊണ്ട് ഈ ലൈവ് ഞാൻ കട്ട് ചെയ്തിട്ട് അടുത്തൊരു ലൈവിലോട്ട് വരുന്നുണ്ട്, കോയമാരുടെ ആസ്ഥാനത്തിന് അടിവേര് തകർക്കാനായിട്ട്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? നീയൊക്കെ എത്രത്തോളം നിന്റെയൊക്കെ നാവാട്ടം നടത്തും? നിന്റെയൊക്കെ രാജ്യം അങ്ങ് കോണാത്തിലെ രാജ്യം അങ്ങ് ഉണ്ടാക്കാൻ വേണ്ടി, ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാനായിട്ട്? ഇത് കണക്ക് വന്നിട്ട് കണ്ട പെണ്ണുങ്ങളെ കയറി ലൈവിൽ വന്ന് തെറി വിളിക്കാനും വൃത്തികേടും ആഭാസവും പറയാനും ഒക്കെയോ? നിന്റെ കോണാത്തിലെ രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നത്. ഞാൻ ഇതേ ലൈവ് പോയിട്ട് ഞാൻ ഇപ്പൊ വരാം, അടുത്തൊരു ലൈവ് വരാം. അത് എന്താ പറയുന്നത്, ഇന്ത്യ മഹാരാജ്യത്തിനും കേരളത്തിനും ഒക്കെ ഒരു ഗുണമാകട്ടെ. എന്തായാലും കുറച്ച് ദിവസം കൊണ്ട് ലൈവ് വരാതിരിക്കുമായിരുന്നു, ഒരു ലൈവ് വരണമെന്നുണ്ട്. ആദ്യ ലൈവ് എന്തായാലും വരാം ഈ പ്രാവശ്യം. അതുകൊണ്ട് ഗുണം ചെയ്യട്ടെ, 10 വോട്ടെങ്കിലും കിട്ടുന്നെങ്കിൽ അത് കിട്ടട്ടെ, അത് ഗുണമാകട്ടെ. മനസ്സിലായോ? അപ്പൊ എന്റെ പ്രിയ സഹോദരൻ, ഞാൻ ഈ ലൈവ് കട്ട് ചെയ്യുവാണേ. കാരണം ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നുപോയി. അതുകൊണ്ട് ലൈവ് തുടർച്ചയായിട്ട് കാണുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് അടുത്ത ലൈവ് ഞാൻ വരാം, അതിനകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അത് സമൂഹത്തിന് ഗുണം ചെയ്യട്ടെ. ഇവന്മാർക്കിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിക്ക് നമുക്ക് കൊടുക്കാൻ